മികച്ച പ്രതികരണവുമായി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ശിവകാർത്തികേയൻ നായകനായി എത്തിയ പരാശക്തി. വിജയ് ചിത്രം ജനനായകനുമായി റിലീസ് ക്രാഷ് ഉണ്ടാക്കുമെന്ന് സിനിമാ ലോകം കരുതിയെങ്കിലും ജനനായകന്റെ റിലീസ് കോടതി തടഞ്ഞതിനാൽ അതുണ്ടായില്ല. തമിഴകത്ത് താരപദവിയിലേക്ക് ശിവകാർത്തികേയൻ എത്തിയതിൽ സംശയമില്ല. എന്നാൽ ഹേറ്റേഴ്സിന്റെ വലിയൊരു നിര തന്നെ ശിവകാർത്തികേയന് നേരെയുണ്ട്. മനഃപൂർവ്വം തനിക്കെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ ആണിതെന്ന് ശിവകാർത്തികേയൻ പറയുന്നു. പലപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് വൈകാരികമായാണ് ശിവകാർത്തികേയൻ സംസാരിക്കാറ്. തന്റെ വളർച്ച ഉൾക്കൊള്ളാൻ പറ്റാത്ത സിനിമാരംഗത്ത് ഉണ്ടെന്നും ചിലർ തന്റെ മുഖത്ത് നോക്കി ആ അന്വേഷണം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശിവകാർത്തികേയൻ ഒരിക്കൽ പറയുകയുണ്ടായി. വിജയ്, ധനുഷ് തുടങ്ങിയ താരങ്ങളുടെ ആരാധകർ ശിവകാർത്തികേയനെതിരെ തുടരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. കരിയർ തുടക്കകാലത്ത് ശിവകാർത്തികേയന് ധനുഷ് വലിയ താങ്ങായിരുന്നു. ശിവകാർത്തികേയന്റെ എതിർനീച്ചർ, കാക്കസട്ട് എന്നീ സിനിമകൾ നിർമ്മിച്ചത് ധനുഷാണ്. മുൻനിര നായിക നടിമാർ വളരാൻ ഈ സിനിമകൾ സാധിച്ചു. ശിവകാർത്തികേയൻ ഒരു ഹീറോ മെറ്റീരിയൽ ആണോ എന്ന ചോദ്യം അക്കാലത്ത് സിനിമാ ലോകത്തുണ്ടായിരുന്നു. എന്നാൽ ധനുഷ് ശിവകാർത്തികേയന്റെ കഴിവ് മനസ്സിലാക്കി ഒപ്പം നിന്നു. എന്നാൽ പിന്നീട് ചില സംഭവവികാസങ്ങളുണ്ടായി. ശിവകാർത്തികേയൻ ധനുഷിനോടൊപ്പം അതിനോടൊപ്പം ബോക്സ് ഓഫീസിൽ താരമൂല്യ താരമായി മാറുകയും ചെയ്തു. ഇതോടെ ഫാൻ ഫൈറ്റുകളുണ്ടായി. 2024 ശിവകാർത്തികേയൻ ഒരു പരാമർശം നടത്തി. നടൻ നിർമ്മിച്ച കൂട്ടുകാലി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ വെച്ചായിരുന്നു ഇത്. ഞാൻ ആർക്കും ജീവിതം നൽകുകയാണെന്നും കരിയർ തരികയാണെന്നും അവകാശപ്പെടുന്നില്ല. കഴിവുകളെ സിനിമാ രംഗത്ത് കൊണ്ടുവരികയാണെന്ന് ശിവകാർത്തികേയൻ പറഞ്ഞു. ഇത് ധനുഷിനെതിരെയുള്ള ഒളിയമ്പായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്നും ഈ ഫാൻസ് ഫൈറ്റ് നിലനിൽക്കുന്നു. തമിഴകത്ത് ശിവകാർത്തികേയൻ ഇന്ന് വലിയ താരമായതിൽ തന്നെ നടനും വലിയ തോതിൽ പിആറുണ്ട്. പലപ്പോഴും മറ്റ് നടന്മാർക്കെതിരെ വലിയ ആക്രമണമാണ് ശിവകാർത്തികേയൻ ആരാധകർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടൻ ജീവ ശിവകാർത്തികേയനെ പരോക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഞാൻ ആ കാലഘട്ടത്തിലായ രവി മോഹൻ, സിംബു തുടങ്ങിയവരുമായി മത്സരമുണ്ട്. എന്നാൽ ശിവകാർത്തികേയനോ മറ്റോ കോമ്പറ്റീഷനില്ല. ആക്ടേഴ്സുമായി നേരിട്ട് നമുക്ക് മത്സരമില്ല. പക്ഷേ ആക്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് ടീമുമായി മത്സരിക്കുന്നുണ്ടെന്നാണ് ജീവ പറയുന്നത്. ശിവകാർത്തികേയന്റെ പിആർ ടീമുകൾ കടുത്ത സൈബർ ആക്രമണം പലപ്പോഴും നടത്താറുണ്ടെന്നും ജീവ ഉദ്ദേശിച്ചാണ്. ശിവകാർത്തികേയനെ തന്നെയാണെന്ന് നെറ്റിസൻസ് എല്ലാവരും പറയുന്നു.